അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും വേഗത്തിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി മുന്നിലുണ്ടാകും. CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ടുകേൾവി പോലുമില്ലാത്തതാണ്. CPM-ലെ മുതിർന്ന നേതാക്കൾ അതൃപ്തരാണ്. G. സുധാകരന്റെ പ്രസ്താവന അതാണ് വ്യക്തമാക്കുക. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുമ്പ് പത്തനംതിട്ടയിലെ പോസ്റ്റർ വിവാദം പോലെ ശോഭ കെടുത്തുന്ന പ്രവർത്തികൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ ആവർത്തിച്ചു. അധികം താമസിയാതെ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രപ്പോസലുകൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും അതൊക്കെ 1-2 ദിവസങ്ങൾ തീരും. അത്രയേ ഉള്ളൂ. ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? എത്രത്തിൽ പ്രതീക്ഷ വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് പ്രതീക്ഷ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. 100-ലധികം സീറ്റുകൾ വാങ്ങി UDF ജയിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതിൻ്റെ ഒരു പത്രപ്പാടാണ് മറ്റേ പക്ഷത്ത് കാണുകൊണ്ടിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. വിജയത്തിന്റെ മാറ്റിക്കൂട്ടാനോ രാഹുലിന്റെ വരവും അല്ല, രാഹുൽജി സ്വാഭാവികമായിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് തരത്തിലുള്ളതാണെങ്കിൽ ചില പരിപാടികൾ ഉണ്ടായിരുന്നു, പെൻഡിങ് പരിപാടികൾ. ആ പരിപാടികളൊന്നും ഇലക്ഷൻ പ്രചരണത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഉണ്ടാവും. യാത്രയുടെ ഇമ്പാക്ട് എന്താണ്? ആ യാത്ര ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. കാരണം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു ഉപാധിയായിട്ട് യാത്ര മാറിക്കഴിഞ്ഞിട്ടുണ്ട്.